വിദേശത്ത് ജോലി ചെയ്യുന്ന നമുക്ക് പലപ്പോഴും ഡോക്ടർമാരെ കാണേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവാം. ലാ സമഹല്ല, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നാം ഡോക്ടർമാരോട് സംസാരിക്കാൻ പറ്റിയ, നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നു മുതൽ ഏതാനും ചില വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് പനിയും തലവേദനയും. അതിലേക്കാക്കാം അന്നത്തെ ചർച്ച. പനിയും തലവേദന. എനിക്ക് പനിയുണ്ട് സാറേ, എനിക്ക് പനിക്കുന്നുണ്ട്, നല്ല പനിയുണ്ട് എന്നെങ്ങനെ പറയാം? പനിക്ക് അറബിയിൽ 3 വാക്കുണ്ട് സാധാരണ സംസാര ഭാഷയിൽ. ഒന്ന് ഹുമ്മ, അത് സാഹിത്യത്തിലും സംസാരത്തിലുള്ളതാണ്. എൻതി ഹുമ്മ, എൻതി ഐ ഹാവ് എന്നർത്ഥത്തിനാണ്. അന ഹുമ്മ എന്ന് പറയൂല, എനിക്ക് പനിയുണ്ട് എന്നാണല്ലോ പറയേണ്ടത്. അപ്പം എൻതി ഹുമ്മ, അതാണ് നമ്പർ. രണ്ടാമത്തെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒന്നാണ് ഹെറാറ. ഹെറാറ എന്നാൽ ചൂട്, ഹോട്ട് എന്നാണല്ലോ അർത്ഥം. ഹെറാറ അതും പനിക്ക് വേണ്ടി മാത്രം പറയും. ഹെറാറ ഷദീദ്, നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പനിയുണ്ട് എന്നർത്ഥം. ഹെറാറ. അപ്പോൾ ഡോക്ടർ പറയുന്ന സമയത്ത് ഹാദ ദവാ ലിൽ ഹെറാറ വക്തൽ ഹെറാറ, ഈ മരുന്ന് അത് പനി ഉണ്ടാകുമ്പോഴാണ് എന്ന് പറയാൻ ഹെറാറ എന്നവർ പറയും. ഓക്കെ ആണോ? സാധാരണഗതിയിൽ വെയിലിൻ്റെ ചൂടിനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൂടിനൊക്കെ ഹെറാറ പറയാറുണ്ട്, എന്നാലും ഇതിനും പറയും. രണ്ടായാലോ? മൂന്നാമത്തെ ഒന്ന് സുഹൂന എന്നാണ്. സുഹൂനാണ്, ഒരിക്കലും തെറ്റിപ്പോരുത്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ സഹാനയുണ്ട്. സഹാന എന്ന ഹീറ്റർ എന്നാണ്. അത് വെള്ളം ചൂടാക്കുന്ന മെഷീൻ്റെ പേരാണ് സഹാന. പക്ഷെ ഇത് സുഹൂന. സുഹൂന എന്തി സുഹൻ, സുഹൂന എന്ന് പറഞ്ഞാൽ അതും ഈ തിളക്കുക എന്നുള്ളതിന് പറയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങനെ 3 പേരായി. സാധാരണക്കാർ സുഹൂന ഉപയോഗിക്കാറുണ്ട്. വല്ല സുഹൂന ഷദീദ്, സുഹൂന വായിദ് എന്ന് പറയാമെന്നാണ്. നല്ല നല്ല ഹീറ്റാണ്, നല്ല ചൂടാണ്, നല്ല പനിയാണെന്ന് പറയും. ഓക്കെ, 3 വാക്ക് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി തലവേദന. തലവേദനയ്ക്ക് യഥാർത്ഥത്തിൽ വേദനയ്ക്കൊരു പൊതുവായൊരു പേരുണ്ട്. വേദനയ്ക്ക് അലം എന്നും എവജ് എന്നും അലം എന്നും പറയും. ഇപ്പം അതുപോലെ എവർ എന്നും പറയും, വജ എന്നും പറയും. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താക്കാം, അതൊന്നും അല്ല പറയാന്നുണ്ട്. സുദാ എന്ന തലവേദനൻ്റെ പേരെന്താ? സുദാ. അപ്പോൾ ഡോക്ടറോട് പറയാം എൻതി ഹുമ്മ വസ്സുദാ യാ ദുക്തൂർ, അല്ല എൻതി സുഹൂന വസ്സുദാ ഷദീദ്. ഇനി ചെന്നിക്കുത്ത് എന്നറിയല്ലോ, അതിന് സുദാ നിസ്ഫി എന്ന് പറയാം. അതായത് ഒരു ഭാഗം മാത്രം ഉണ്ടാകുന്ന തലവേദനയാണ് ചെന്നിക്കുത്ത് എന്നൊക്കെ പറയും. അപ്പോൾ മൈഗ്രെയിൻ, അതിനെന്താ പറയുക? സുദാ നിസ്ഫി എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതുപോലത്തെ മറ്റൊരു ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, യാ അല്ലാഹ്, അസ്സലാമു.